മോദി സർക്കാരിൻ്റെ പുതിയ നിയമത്തെ അടുത്ത് വളരെ മോശമായൊരു നിയമമാണ് നിലവിൽ വന്നിരിക്കുന്നത്. കാരണം എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അമ്മയൊക്കെ ഈ തൊഴിലുറപ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളെ നമുക്ക് ചുറ്റുപാടുമുള്ളത്. ഈ ഒരു കേന്ദ്ര നിയമം 40% കേരളം എടുത്തിട്ട് ബാക്കി 60% കേന്ദ്ര കൊടുക്കുന്നത് കിട്ടുമെന്നൊരു ഉറപ്പ് പോലും ഇല്ല. ഇപ്പോൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് തൊഴിലുറപ്പ് ഇവർക്ക് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇപ്പം തുടങ്ങിയിരിക്കുക പറഞ്ഞാൽ ഇലക്ഷന് മുന്നേ നിർത്തിവെച്ച ബാക്കി കണ്ടിന്യൂസ് ആയിട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തൊഴിലുറപ്പ് തീർന്നു കഴിഞ്ഞാൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ തൊഴിലുറപ്പ് ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ കേന്ദ്രങ്ങൾ കൊണ്ടുവരുന്ന പുതിയ നിയമങ്ങൾ അപ്പാടെയും തുടച്ചു മാറ്റേണ്ട സമയം കഴിഞ്ഞു. കാരണം ഇന്നിപ്പം നമ്മൾ നിലനിൽക്കുന്ന നമ്മുടെ ഭരണഘടനയെ വിശ്വസിച്ച് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തൊഴിലുറപ്പ് പോലെയുള്ള അല്ലെ അനേകായിരം സ്ത്രീകൾക്ക് അവരുടെ വരുമാനം മണ്ഡലം അവരുടെ ഭർത്താവിനോടോ മകനോടോ ഒരു 10 പൈസ ചോദിക്കാതെ അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് തൊഴിലുറപ്പ്. അതുപോലെ തന്നെ തൊഴിലുറപ്പിൻ്റെ പേരിൽ മഹാത്മാഗാന്ധി എന്നുള്ള വ്യക്തിയുടെ നാമം തന്നെ മാറ്റിയത് വലിയൊരു എതിർപ്പായിട്ടാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സൂചനാ പണിമുടക്ക് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം വൻപിച്ച രീതിയിലുള്ള പ്രതിഷേധവും റാലികളും അനേകായിരം തൊഴിലുറപ്പിലുള്ള സ്ത്രീകളെ തൊഴിലുറപ്പിലുള്ള അമ്മമാരെയും സഹോദരിമാരെയും മുമ്പോട്ട് കൊണ്ടുവന്ന് കേരളത്തിനത് മാറ്റാൻ പറ്റുമെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം.